ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ സച്ചി പാവക്കുട്ടിയെ കൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. രേവതിയുടെ അടുത്ത് വന്ന് ടെറസിൻ്റെ മുകളിൽ പോയി പാവക്കുട്ടീനെ കൊടുക്കണു. രേവതി അങ്ങ് താ പറഞ്ഞിട്ട് അച്ഛൻ്റെ മോളെ ആരാരോ ലാരിരാരോ എന്നൊക്കെ പറഞ്ഞിട്ട് താരാട്ടുപാട്ട് പാട്ടിയിട്ട് സച്ചി ഉണ്ണീനെ ഉറക്കണ പോലെ കാണിക്കണം. എന്നിട്ട് പറയും, മോളെ ഉറങ്ങി രേവതി കിടത്ത് എന്ന് പറയണം. അപ്പോൾ സച്ചേട്ടന് ഇത് എന്താ പറ്റി, സച്ചേട്ടനൊരു പ്രത്യേക മൂഡിലാണല്ലോ എന്നൊക്കെ പറയണേ രേവതി. അല്ല രേവതി, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. നീ ഒരു അമ്മയാവാൻ പോകില്ല. ഞാനോ അമ്മയാവാൻ പോവുക? അത് രേവതി, നീ എൻ്റെ അടുത്തുനിന്ന് മറച്ചു പിടിക്കണ്ട. നീ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ ഇത്രയും കാലം മറച്ചു പിടിച്ച കാരണം കൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. സച്ചേട്ടന് എന്താ പറയണത്? നീ നോണ പറയണ്ട രേവതി, നീ അമ്മയാവാൻ പോവല്ലേ? ആരാ പറഞ്ഞേ സച്ചേട്ടനോട് ഈ നോണ? രേവതി പറയും, ഇല്ല സച്ചേട്ടാ, അങ്ങനെ ഒരു സന്തോഷ വാർത്തയാണെങ്കിൽ ഞാൻ സച്ചേട്ടനോടല്ലേ ആദ്യം പറയാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, രേവതി വെറുതെ നീ എന്നെ പറ്റിക്കരുത്. നീ കുറേ ദിവസമായി എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഗർഭിണിയായിട്ടുള്ള നിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നോട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനൊരു കുഞ്ഞുണ്ടാവേണ്ട ത്രില്ലില്ല ഞാൻ. അപ്പോൾ സച്ചേട്ടാ, സത്യമായിട്ട് ഈശ്വരനാണെങ്കിൽ സച്ചേട്ടനാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുന്ന രേവതി. അപ്പോൾ സച്ചി ആകെ ഇരുത്തി വെട്ടിയ പോലെ നിൽക്കുകയാണ്. കണ്ണിന്നൊക്കെ തുരുതുരാ കണ്ണീര് വീഴാണ്. പറയാണ് രേവതി, ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. നമ്മുടെ പൊന്നു മോനാണെങ്കിലും മോളാണെങ്കിലും അതിനെ വളർത്തുന്ന കാര്യം ഞാൻ ചിന്തിച്ചു പോയി. ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടെങ്കിലും ഭയങ്കര പെടാപ്പാട് പെടുന്ന ഒരു കുട്ടീനെ വളർത്താമെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു പോയി. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഞാൻ കഷ്ടപ്പെട്ടാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെ വളർത്തും. അച്ഛൻ്റെ അമ്മയുടെയും നടുക്ക് കിടക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടാകുന്നു. എനിക്ക് നടന്നില്ല. നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ രണ്ടുപേരുടെയും നടുക്ക് കിടത്തി വളർത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു രേവതി, എല്ലാം വെറുതെ ആയില്ലേ പറഞ്ഞിട്ട് ഉറക്കെ കരയാണ് സച്ചി കരയുമ്പോൾ രേവതി പറയും, സച്ചേട്ടൻ അങ്ങനെ വിഷമിക്കല്ലേ, പെട്ടെന്ന് തന്നെ സച്ചേട്ടനൊരു കുഞ്ഞു സച്ചിയോ ഒരു കുഞ്ഞു രേവതിയോ ഞാൻ തരും. സച്ചേട്ടൻ വിഷമിക്കാതിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുവാവ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിനെ സമാധാനിപ്പിക്കുമ്പോൾ സച്ചി കരയണം. അപ്പോൾ രേവതിയും ടെറസിൽ ഇരുന്നിട്ട് ഉറക്കെ കരയണം. അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കണം, സച്ചേട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഈച്ച പറഞ്ഞല്ലോ ഈ ലക്ഷണങ്ങളെല്ലാം, ഈച്ച പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം സത്യമായിരുന്നല്ലോ. ഈച്ച പറഞ്ഞല്ലോ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലോ. ഈച്ച പറഞ്ഞിട്ട് ഞാൻ നിനക്ക് മാങ്ങയും പുളിയും മസാല ദോശയൊക്കെ മേടിച്ചത്. ഈച്ച പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും സത്യമായിരുന്നു രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് സച്ചി. ഈച്ചയാണോ സച്ചേട്ടനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച? ഇല്ല സച്ചേട്ടൻ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം സച്ചേട്ടനോടല്ലേ പറയാം, വെച്ചിട്ട് വിഷമിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞുവാവ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂട്ടിയിട്ട് കരയാണ് ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട്. വിഷമിക്കല്ലേ എന്നൊക്കെ പറയണം. പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഈച്ച വരികയാണ്. ഈച്ച വരുമ്പോൾ രേവതി തുടയ്ക്കുമ്പോൾ ഈച്ച വരും. ഈച്ചയെ വന്നോ, വാ കയറിയിരിക്കുകയെന്ന് പറയണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, വാ കയറിയിരിക്കുകയെന്ന് പറയും. അപ്പോൾ കയറിയിരിക്കുക, ഇതാ കുറച്ച് സ്വീറ്റ്സാണ് രേവതിക്ക് ഈ സമയത്ത് കഴിക്കേണ്ടല്ലേ, ഏത് സമയത്ത് എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഭാവം നടിച്ച് നിൽക്കുകയെന്ന് പറയണ ഈച്ച. എന്തെങ്കിലും ആവട്ടെ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാ. ശരി, അല്ല എന്തിനാ വിളിച്ചത്? കുറച്ച് പായസം വെച്ചിട്ടുണ്ട്, എന്താ തരാൻ വേണ്ടി വിളിച്ചതാ പറയും രേവതി. പായസമോ? ആണോ? കയറിയിരിക്കുക, ഇപ്പം തരാൻ പറയും. എന്നിട്ട് ഈച്ചേനെ കയറ്റിയിരുത്താണ്. പായസം പിഴുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വേണം. പോയുമ്പോൾ ഈച്ച, എന്ത് പായസമാവും? പാലടയാണോ സേമിയാണോ അടപ്രഥമനാണോ എന്താവോ എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് രേവതി കുറച്ച് മാങ്ങയും പുളിയൊക്കെ കൊണ്ടുവരാണ്. ഇത് മുഴുവൻ നീ ഇരുന്ന് കഴിക്കണം പറയാണ്. സച്ചേട്ടനെ കൊണ്ട് ആവശ്യമില്ലാത്തത് മുഴുവൻ നീ ചീപ്പിച്ചിട്ട് സച്ചേട്ടനോട് പറഞ്ഞെന്താ? എടാ സച്ചി. അപ്പോൾ സച്ചി വന്നിട്ട് പറയട്ടെ, ഈച്ച രേവതി ഗർഭിണിയൊന്നല്ല എന്ന് പറയും. അല്ലേ? അല്ല, ഇത് മുഴുവൻ നീ ഇന്ന് തിന്നണം, തിന്നില്ലെങ്കിൽ ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറയണ രേവതി. അയ്യോ വേണ്ട, ഞാൻ കഴിക്കാം, അച്ഛമ്മയെ വിളിച്ച് പറയണം. മറ്റേ ഈച്ച അത് തിന്നുകൊണ്ടിരിക്കും. പറയും, അയ്യോ ഇതൊന്നും തിന്നാൻ പറ്റില്ല, എന്തൊരു പുളിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണം അവിടെ, ഇത് മുഴുവൻ കഴിച്ചിട്ട് നീ പോയാൽ മതി പറയണ രേവതി. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത മുഴുവൻ തിരിച്ച് നീ സച്ചേട്ടനോട്. അച്ഛതാ വളപ്പിലാടാ, അതാ വളപ്പിൽ അച്ഛ വിറക് വെട്ടാണേ, കുട്ടിക്കൊക്കെ അടയ്ക്കുമ്പോൾ കയറി നോക്കി കപ്പ കാണാം. സച്ചേട്ടനെ കൊണ്ട് ആവശ്യമില്ലാത്തത് മുഴുവൻ ചീപ്പിച്ചത് നീയല്ലേ, ഇത് മുഴുവൻ നീ തിന്നിട്ട് പോയാൽ മറ്റേ ഈച്ചേനെ ഇട്ടിട്ട് ഇതൊക്കെ തീറ്റിപ്പിക്കുകയാണ്. അങ്ങനെ ഈച്ചയെ കൊണ്ട് പുളിയും മാങ്ങയൊക്കെ കൂടി കഴിപ്പിക്കുകയാണ് സച്ചി രേവതിയും കൂടിയിട്ട്. അപ്പം അല്ല, ഇത് മാത്രമൊന്നുമല്ല, രേവതിക്ക് മസാല ദോശ മേടിച്ച് കൊടുക്കാൻ വേണ്ടി രേവതിക്ക് മസാല ദോശ മേടിച്ചെന്നില്ല. അതെന്താ എനിക്ക് തരാത്ത ചെക്കാണ് ഈച്ച. മസാല ദോശ അപ്പം എടുത്തിട്ട് വരാം കേട്ടോ പറഞ്ഞിട്ട് സച്ചി അകത്ത് പോയിട്ട് പച്ചമുളക് എടുത്തിട്ട് ഒരു പച്ചമുളക് ഇതൊക്കെ നീ ഇന്ന് ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ് പാവം ഈച്ചയെ കൊണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ കഴിപ്പിക്കുകയാണ് രേവതി സച്ചിയും കൂടിയിട്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിക്കണം, എൻ്റെ സച്ചിനെ വെറുതെ നീ വട്ടാക്കാലേ പറഞ്ഞു. അങ്ങനെ ഈച്ച അവിടെ നിന്ന് പോണ സമയത്ത് സച്ചി പറയണം, എന്നാലും എന്തായിരുന്നു അല്ലേ രേവതി, മിണ്ടരുത്, അവനോ പൊട്ടനോ, അതിനെക്കാട്ടിലും പൊട്ടനാ സച്ചേട്ടൻ, അവൻ്റെ മണ്ടത്തരങ്ങൾ കയറിയിട്ട് അതിനെക്കാട്ടിലും വലിയ മണ്ടത്തരം സച്ചേട്ടൻ കാണിച്ചാലോ. ശരിയാ, ഞാൻ മണ്ടനാന്നൊക്കെ പറയണം.
രേവതി അകത്തേക്ക് പോകുമ്പോൾ സച്ചി അപ്പോഴും സങ്കടത്തിൽ ഇങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വിഷമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രേവതിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യണ സമയത്ത് രേവതി കേൾക്കണില്ല. ശ്രുതി അവിടെ വരികയാണ്. ശ്രുതി അവിടെ വരുമ്പോൾ കെട്ടിലമ്മയുടെ ഫോൺ റിങ് ചെയ്യണ്ടല്ലോ, കെട്ടിലമ്മ കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഫോൺ വന്നിട്ട് നോക്കിയിട്ട് ഹലോ ഒരു ഓർഡർ പറയാനാ പറയുമ്പോൾ ആ പറഞ്ഞോളൂ ഓർഡറോ, രേവതിക്കുള്ള ഓർഡറാണല്ലോ എപ്പോൾ ശരിയാക്കി കൊടുക്കുക പറഞ്ഞിട്ട് ആ പറഞ്ഞോളൂ പറഞ്ഞിട്ട് ഓർഡർ നല്ല വലിയൊരു ഓർഡറാണ്. കുറേ മാല, ജമന്തിപ്പൂവ്, അങ്ങനെ കുറേ സാധനങ്ങൾ രേവതിക്ക് ഓർഡർ കിട്ടണം. അപ്പോൾ ശ്രുതി ഇത് മുഴുവൻ എഴുതിയെടുത്തിട്ട് അപ്പോൾ ശ്രുതി വരുമ്പോൾ ശ്രുതി മാല എത്ര എണ്ണം അല്ലേ, പൂവ് എത്ര എണ്ണം, ഇവളെന്താ രേവതിക്കുള്ള ഓർഡർ പിടിക്കണം, ഇവളുടെ ശത്രു അല്ലേ രേവതി, പിന്നെന്താ ഇവൾ രേവതിയുടെ ഓർഡർ പിടിക്കണമെന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ശരി നാളെ കാലത്ത് തന്നെ എത്തും കേട്ടോ, സാധനങ്ങൾ നാളെ കാലത്ത് തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യണം. ഫോൺ കട്ട് ചെയ്യുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും, ശ്രുതി നിനക്ക് പ്രാന്തായോ, നിനക്ക് അവളെ ദേഷ്യമല്ലേ, പിന്നെ നീ എന്തിനാ അവളുടെ ഓർഡർ എടുക്കാൻ നിൽക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ ഇപ്പോൾ അവൾക്ക് ഓർഡർ എടുക്കാൻ എനിക്ക് എന്താ പ്രാന്തല്ലേ ശ്രുതി, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നറിയാം, അവൾക്ക് വലിയൊരു ഓർഡർ കിട്ടിയേക്കണം. ഇത്രയും ഓർഡർ അവൾക്ക് കിട്ടിയതാണോ? അതെ, വലിയൊരു ഓർഡർ കിട്ടിക്കണം. ഇത് നോക്കിക്കോ, അതിൻ്റെ പിന്നിൽ എന്താണെന്നറിയോ, ഞാൻ ഈ ഓർഡറിൻ്റെ കാര്യം ഇനി അവളോട് പറയില്ല. അപ്പം നാളെ കസ്റ്റമർ സമയത്ത് സാധനങ്ങൾ എത്താതിരുന്ന കസ്റ്റമർ വിളിച്ചിട്ട് കിട്ടാതിരുന്നാൽ അവൾക്ക് ചീത്ത കേൾക്കും. അപ്പോൾ ആ ചീത്ത കേൾക്കും, അവളുടെ ആ കസ്റ്റമർ അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് എൻ്റെ ഉദ്ദേശം പറയും. അപ്പോൾ ശ്രുതി പറയാം, ശ്രുതി നിൻ്റെ ബുദ്ധി അപാരട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കൊരു പണി കൊടുത്ത സന്തോഷത്തിലാണ് ശ്രുതി ഇരിക്കുന്നത്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ പ്രമോ ആയിട്ട് കാണിച്ചേക്കണത് സച്ചി ആൻ്റണിയുടെ ഗുണ്ടകളെ തല്ലണതാണ്. എന്താ സംഭവം എന്നറിയില്ല, സച്ചി ആൻ്റണിയുടെ ഗുണ്ടകളെ തല്ലണതാണ് പ്രമോ ആയിട്ട് കാണിച്ചേക്കണത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും താങ്ക്